السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا نبينا مولانا محمد وعلى آل سيدنا نبينا مولانا محمد بارك وسلم. اللهم صل على سيدنا نبينا مولانا محمد وعلى آل سيدنا نبينا مولانا محمد بارك وسلم. اللهم صل على سيدنا نبينا مولانا محمد وعلى آل سيدنا نبينا مولانا محمد بارك وسلم. صلوا على جميع الأنبياء والمرسلين. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, മുരീദന്മാരെ, മുഹിബ്ബീങ്ങളെ, മുരീദത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ അനുഗ്രഹം ഉണ്ടാവുന്ന നമ്മെ അവൻ്റെ ഹബീബായ നബി മുസ്തഫ അഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തികളായിട്ട് കൊണ്ടുവന്നു. ആ ഉമ്മത്തികളാണെന്നൊരു അവസ്ഥയും അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്തു. അൽഹംദുലില്ലാഹ്. അതോടുകൂടി അവൻ്റെ ഉന്നതമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു, ഖാജ റളിയല്ലാഹു അൻഹു, നൂറുൽ മശായിഖ് റളിയല്ലാഹു അൻഹു, ഷെയ്ഖുനാ നൂറുല്ലാഹി ശാനൂരി റളിയല്ലാഹു അൻഹു, ഷെയ്ഖുനാ സുഹൈരി ഷാ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ കമാലുല്ലാഹി ഷാ റഹ്മത്തുള്ളാഹി അലൈഹി, പ്രത്യേകിച്ചും ജമാലുല്ലാഹി ഷാ റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ ഉറുസിലാണല്ലോ നമ്മൾ പങ്കെടുത്തിട്ടുള്ളത്. അതുപോലെ ഖലീലുല്ലാഹി ഷാ അഹ്മദ് അബ്ദുറഹ്മാൻ സിയാമ, ഇതുപോലത്തെ മറ്റു ഉസ്താദന്മാരൊക്കെ മഹാന്മാരുടെയൊക്കെ ബന്ധം നൽകി അല്ലാഹു തആല ഉസ്താദിൻ്റെ ആ ഉറൂസിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. അള്ളാഹിൻ്റെ ആളുകൾ അവർ അള്ളാഹുവിലേക്ക് വാസിലായ ദിവസമാണ്. ആ ദിവസം അള്ളാഹു വളരെ അതിനെ എടുത്ത് കാണിക്കുന്ന അവസ്ഥയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അവരല്ലാഹുവിൻ്റെ വഴിയിൽ അവരുടെ ജീവിതം മുഴുവൻ അർപ്പിച്ചപ്പോൾ അവർ ഷെയ്ഖിനെ കിട്ടി, ഷെയ്ഖുനാ സൂരി ഷാ റഹ്മത്തുള്ളാഹി അലൈഹിനെ കിട്ടി. അവരെ ഷെയ്ഖായ നൂറുൽ മശായിഖ് റളിയല്ലാഹുവിൻ്റെ ഹദ്റത്തിൽ കൊണ്ടുപോയി. അങ്ങനെ നിരവധി കാലം അവരുടെ ആ സഹവാസത്തിലിരുത്തി. അതുപോലെ തന്നെ നമ്മളെ ഷെയ്ഖുനാ ഖുതുബുൽ മശായിഖ് നൂറുല്ലാഹി ശാനൂരി ഷെയ്ഖുനാൻ്റെ സഹവാസമൊക്കെ അവരെങ്ങനെ സ്വീകരിച്ചത് എനിക്കും നിങ്ങൾക്കും അത് വലിയ പാഠമാണ്. അവർ ആ കാലഘട്ടത്തിൽ തന്നെ രോഗിയായിരുന്നു, വയറുവേദനയായിരുന്നു. അങ്ങനെ വയറുവേദന ആൻ്റെ രംഗത്താണ് അവർ 72 ചില്ലക്ക് പോയി. ആ സമയത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യ. അപ്പം ചായ, കട്ടൻ ചായ കുടിക്കത്തരേ ഉള്ളൂ. ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് അന്നത്തെ അരിഭക്ഷണമാണെങ്കിൽ നമ്മളിവിടെ പച്ചരിൻ്റെ ഭക്ഷണം, അതൊന്നും വയറ് പ്രയാസമുള്ള ആളുകളാണ്. അതൊന്നും കഴിക്കാൻ വയ്യാത്ത കാലത്ത് 40-40 ദിവസം തുടർച്ചയായിട്ട് ഷെയ്ഖുനാൻ്റെ ഹദ്റത്തിലിരുന്ന് ഷെയ്ഖുനാൻ്റെ ആ തർബിയത്തിലും ശിക്ഷണത്തിലും നിലനിന്നതിൻ്റെ അതിൻ്റെ ഫലം നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഷെയ്ഖുനാ സൂരി ഷാ റഹ്മത്തുള്ളാഹി അലൈഹി എന്ത് പറഞ്ഞോ അതിൻ്റെ അപ്പുറം അവർക്കൊരു വിഷയമില്ല. ഒരിക്കൽ ആള് അവിടെ വടക്കേക്കാട് ഭാഗത്തേക്ക് പോവുക. അപ്പോൾ അതല്ല, ഇവിടെ എടക്കുളം പരിപാടിയാണ്, എടക്കുളം പൊതുപരിപാടിയാണ്. അപ്പോൾ നമ്മളെ എതിർപ്പിൻ്റെ ചൂട് പിടിച്ച സമയം. അങ്ങനെ ഇവിടെ വന്ന് വണ്ടി ഇവിടെ നിർത്തി ഷെയ്ഖുനാൻ്റെ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ഷെയ്ഖുന പറഞ്ഞയച്ച് അവിടെ ചെന്ന് അപ്പോൾ ഉസ്താദ് പനിച്ചു കിടക്കുക. അങ്ങനെ ഷെയ്ഖുനെ പോരാൻ പറഞ്ഞു, ദുഹിഷാമത്തുകാരി പോരാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, ഷെയ്ഖിനെ പറഞ്ഞു എന്നാൽ കൊള്ളിയാണ്. അങ്ങനെ വന്ന് അന്ന് അവിടെ ആ എടക്കുളത്ത് ഉസ്താദിൻ്റെ സംസാരം, വല്ലാത്ത സംസാരം, ആളുകളെ കൽബിനെ ആകെ ഇളക്കി മറിക്കുന്ന അവസ്ഥ. ബഹുമാനപ്പെട്ട അലി കുട്ടി സനാജി പറയുന്ന ചരിത്രം. ബഹുമാനപ്പെട്ട അലി കറമുല്ലാഹു വജ്ഹു അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പോകാം
പാറുന്ന സമയത്ത് അലി റളിയല്ലാഹുവിൻ്റെ പനിച്ച് നല്ല കൊടുമയായ പനിയാണ്. ആ സമയത്ത് അവിടുത്തെ ശരീരത്തിലെ പനി ഒരു മരത്തിലേക്ക്, ഈത്തപ്പന മരത്തിലേക്ക് ബാധിച്ച് ആ ഈത്തപ്പന മരം കരിഞ്ഞു. അങ്ങനെ ആ യുദ്ധത്തിൽ പോയിട്ട് യുദ്ധം ഉന്നതമായ അവത്തിൽ വിജയിച്ചതായിരിക്കുന്ന ചരിത്രം കുട്ടിയസനാദി പറഞ്ഞു. ഇതുപോലെ ഉസ്താദ് അന്ന് വന്നിട്ട് ആ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പൊതുജനം ചിമ്പടിയൊക്കെ കൂട്ടി. അതൊക്കെ നിശബ്ദരായ അവസ്ഥയിലും ആ കാര്യങ്ങൾ എത്ര ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ക്രമത്തിൽ ഉസ്താദ് കമാലുല്ലാഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുണ്ട്, അബ്ദുറഹ്മാൻ മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയുണ്ട്, പിന്നെയും മറ്റൊരു ഉസ്താദ്മാരൊക്കെ ഉണ്ട്. ഉസ്താദിൻ്റെ ആ സംസാരം ജനങ്ങളൊക്കെ നിശബ്ദരാക്കി അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ ഇങ്ങനെ ഒരിടക്കളമല്ല പല സ്ഥലങ്ങളിലും ഉസ്താദ് സുഖമില്ലാത്ത അവസ്ഥയിൽ എത്രയോ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ സിൽസിലിനെ സുഹൈൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂടെ കമാലുല്ലാഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂടെ നിന്നുകൊണ്ട് ഈ സിൽസിലക്ക് ശക്തി ഉണ്ടാക്കിയത് അവരുടെ പ്രത്യേകത. പറഞ്ഞില്ലേ ഉസ്താദ്മാർ, അവരെ ആ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് നമ്മളിലേക്ക് ഈ സിൽസില ഇത്രയും വ്യാപിച്ചത്. ഉസ്താദ് പെരിന്തൽമണ്ണ ദർസിലാണ്. അവിടുന്ന് ഉസ്താദ് എല്ലാ വെള്ളിയാഴ്ചയും കരുവാരണ്ടിൽ വരും. അതുപോലെ തന്നെ ഉസ്താദ് കൊണ്ടോട്ടിയിൽ വരും, ഈശ്ശേരിയിൽ വരും, കോഴിക്കോട് വരും. അവിടെയൊക്കെ ഉസ്താദ് വന്ന അന്നത്തെ നമ്മൾ പോണമാർക്കില്ലേ, അന്നത്തെ കാറുകളൊന്നുമില്ല. ഉസ്താദ് പെരിന്തൽമണ്ണത്ത് ബസ്സിനാണ് വരിക. ബസ് വന്നിറങ്ങി കൊണ്ടോട്ടി വന്ന് അവിടുന്ന് പിന്നെ കീശ്ശേരിക്ക് എങ്ങനെയൊക്കെ പോയി അവിടുന്ന് തിരിച്ചു വന്ന് ചിലപ്പോൾ അവിടെ എവിടെയും കിടക്കും, അല്ലെങ്കിൽ തിരിച്ചു വന്ന് വീണ്ടും എന്താവും പെരിന്തൽമണ്ണയ്ക്ക് തന്നെ തിരിച്ചു പോരുന്ന എത്ര സന്ദർഭങ്ങളുണ്ട്. ഉസ്താദ് എപ്പോഴും രോഗിയെ ആ രോഗം കണക്കിലെടുക്കാണ്ട് ഈ സിൽസിലിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി എത്ര ത്യാഗങ്ങളാണ് ഉസ്താദ് അവർ ചെയ്തത്. ഒരിക്കൽ നാഗൂർ ഷരീഫിൽ ശൈഖുന നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു തങ്ങൾ അവരുടെ ഹദറത്തിൽ അവിടുത്തെ തമിഴ്നാട്ടിലെ പ്രധാന ഖലീഫന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയൊരു സദസ്സാണ്. ആ സദസ്സിൽ സുലൂക്കിലെ ഒരു കാര്യമായ വിഷയം ശൈഖുന ചർച്ചക്കുണ്ട്. ആ സമയത്ത് ആ പണ്ഡിതന്മാർക്ക് അവിടെയുള്ള മഹാന്മാർക്ക് അതിനെ മറുപടി പറയാൻ സാധിച്ചില്ല. അതേ സമയത്ത് കമാലുല്ലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി ജമാലുല്ലാഹ് റഹ്മത്തുള്ളാഹി അവർ രണ്ടാളാണ് ശൈഖുനാന്റെ ചോദ്യത്തിന് ശരിക്കും മറുപടി പറഞ്ഞത്. എന്നിട്ട് അവരോട് പറഞ്ഞു, ശൈഖുന കണ്ടോ, സൂരിഷ മരിച്ചിട്ടും ജീവിച്ചും മരിച്ചും ജീവിച്ചും എൻ്റെ അടുത്ത് വരും. ഇങ്ങനെ വന്ന് എന്ത് ചെയ്തത്, സൂരിഷ എൻ്റെ സഹവാസം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ബയാൻ ചെയ്യാൻ സാധിക്കും. ശൈഖുനാ നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു ഇങ്ങനെ ശൈഖുനാ സൂരിഷ റഹ്മത്തുള്ളാഹിന്റെ കൂടെ ഇരുത്തിക്കൊണ്ട് ഈ സുലൂക്കിൻ്റെ എല്ലാ ഇൽമുകളും അവർക്ക് പകർന്നു കൊടുത്ത് ഉന്നതമായ അവസ്ഥയിൽ എത്തിച്ച മഹാനാണ് ജമാലുല്ലാഹ് റഹ്മത്തുള്ളാഹി. അത് സൂരിഷ റഹ്മത്തുള്ളാഹിന്റെ മുന്നിലിരുത്താന്ന് മാത്രമല്ല, ശൈഖുന പറയല്ലോ, ഞാൻ തട്ടാൻ്റെ ചുറ്റിയാ ശൈഖുന കരുവാൻ്റെ കൂടെ. അങ്ങനെ ഈ ഉസ്താദന്മാരെയും ഇതുപോലത്തെ ഒന്നുമല്ലാത്ത മുരീദന്മാരെയും വലിച്ചു കൊണ്ടുപോയി ശൈഖുന നൂറുൽ മശായിഖുമായിട്ട് എത്രമാത്രമാണ് ബന്ധപ്പെടുത്തിയത്. അതിൻ്റെ ഫലം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു തങ്ങൾ അവർ വഫാത്തായി. നൂറുല്ലാഹ് സാനൂരി ശൈഖുന തങ്ങൾ അവരുമായിട്ട് ഈ കേരളത്തിലെ ഖലീഫമാർക്കും മുരീദന്മാർക്കുള്ള ബന്ധം എത്രമാത്രം ബന്ധമാണ്. ഇതിനൊക്കെ കാരണം ശൈഖുന സുഹൈൽ റഹ്മത്തുള്ളാഹി ഈ ഉസ്താദ്മാരെ ഈ അവസ്ഥയിൽ വാർത്തെടുത്തതിൻ്റെ ഫലമാണ്. അവിടെ നിന്നില്ല. നൂറുല്ലാഹ് സാനൂരി ശൈഖുന തങ്ങളുമായിട്ട് എത്രമാത്രമാണ് ശൈഖുനാക്ക് ഈ ഖുതുബുൽ മശായിഖ് എന്ന പേരിന് ആ പരിപാടിക്ക് ഉസ്താദ് വന്ന രംഗം അതാ. പിന്നെ ഇവിടെ ഷൊർണൂർ വന്നിട്ട് വീൽചെയറിലാണ് ട്രെയിനിൽ കയറാൻ വേണ്ടി വന്നത്. ഹൈദരാബാദിൽ ഇറങ്ങിയിട്ട് വീൽചെയറിലാണ് ഉസ്താദ് പോണ്. അവിടെ ശൈഖുന ഖുതുബുൽ മശായിഖ് നൂറുല്ലാഹ് സാനൂരി ശൈഖുന തങ്ങൾ അവരെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിലോ അങ്ങനെ അത്രയും അവർ തമ്മിലുള്ള ബന്ധം ശൈഖുന പറഞ്ഞിരുന്നു.
നൂറുല്ലാഹ് സാനൂരി ഷേഖിനെ പറഞ്ഞു, ഞാനും ജമാലുല്ലാഹിയുമായിട്ടുള്ളായിരിക്കുന്ന ബന്ധം കേരളത്തിലെ ഒരു ഖലീഫമാർക്കും എനിക്കില്ല. അത്ര അഭേദ്യമായ ബന്ധമാണ് ഞാനും ജമാലുല്ലാഹിയുമായിട്ടുള്ളായിരിക്കുന്ന ബന്ധമെന്നും ശൈഖുനാ തങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ അവരുടെ മശായിഖന്മാരുടെ സ്നേഹം പിടിച്ചു പറ്റി. നമ്മൾക്കും അത് തന്നെ വേണ്ട. ഇന്നിതാ അല്ലാഹു തആല ശൈഖുനാ ഖുതുബുൽ മശായിഖ് നൂറുല്ലാഹ് സാനൂരി നമ്മൾക്ക് തന്നതായിരിക്കുന്ന കനി, അവരെ അവർക്ക് നൂറുൽ മശായിഖിൻ്റെ അതേപോലെ തന്നെ നൂറുല്ലാഹ് സാനൂരിൻ്റെ നമ്മുടെ മശായിഖന്മാരുടെ അവരുടെ എല്ലാ അവസ്ഥകളും ഉൾക്കൊണ്ടതായിരിക്കുന്ന ഒരു ഉന്നതമായ ശൈഖിനെയാണ് അല്ലാഹു തആല നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. അവരുമായിട്ട് സഹവസിച്ച് വന്നില്ലേ, ഓഫീസർ എഴുതിയിട്ടുണ്ട്. പഴയ കാലത്ത് റബീൽ അവൽ റബീൽ ആഖിർ ചില്ല, റബീൽ അവൽ റബീൽ ആഖിർ റമളാൻ ജില്ല, ഈ രണ്ട് ജില്ലയാണുള്ളത്. ഇപ്പോൾ ശൈഖുനാ തങ്ങൾ ഇന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് 10 ദിവസം ഓരോ ഭാഗത്തിലെ ഖലീഫമാരെയും മുരീദന്മാരെയും ശൈഖുനാ പ്രത്യേകം വിളിച്ചു വരുത്തി അവരിരുത്തി 30 ദിവസത്തെ ചില്ല. ഇങ്ങനെ ശൈഖുനാ ആ ചില്ല ഏത് കർമ്മത്തിൽ മുരീദന്മാരെ മുന്നിലിരുത്തി, നല്ല നല്ല യുവാക്കളെ മുന്നിലെത്തി അവർക്ക് ചോദ്യങ്ങളിട്ട് അതിങ്ങനെ മനസ്സിലാക്കി കൊടുത്ത് അവരെ കൽബിലേക്ക് ഈ കാര്യങ്ങൾ ഇറക്കിക്കൊടുത്ത് അതിൻ്റെ അമലും അതിൻ്റെ സൂലും ഏത് കർമ്മത്തിലാണ്. ഇത് ഒരു 10-32 വയസ്സായ ശൈഖുനാ തങ്ങൾ 10-70 വയസ്സായ ഉന്നതമായ അത്രയും കാലം മശായിഖന്മാരുമായിട്ട് സാവസിച്ച് പകരുന്നിട്ടായിരിക്കുന്ന ആ അവസ്ഥൻ്റെ എല്ലാ പൗറും ഈ പ്രായം കുറഞ്ഞ ശൈഖിനോടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആ ശൈഖുനാ തങ്ങളെ നമ്മൾ എപ്പോഴും അവരുടെ ആ സഹവാസം, അവരിപ്പോൾ കൊണ്ടോട്ടിയിൽ വന്നു, അവിടെ ഒരു ചികിത്സക്ക് വന്നു, ശൈഖുനാൻ്റെ പിനാനിമാൻ്റെ ചികിത്സക്ക്, അതുപോലെ ഉമ്മാൻ്റെ ചികിത്സക്ക് ശൈഖുനാ തങ്ങൾ വന്നു. അവിടെ വന്ന സമയത്ത് ശൈഖുനാ വെറുതെ ഇരുന്നു. അവിടെ വെറുതെ ഇരുന്നിട്ടില്ല, ഓരോ ഭാഗത്തേക്കും ശൈഖിനെ പോയിട്ട് എന്ത് ചെയ്തു, ശൈഖിനെ പറഞ്ഞുണ്ടാക്കി. കൊണ്ടോട്ടിയിലും ശൈഖിനെ പറഞ്ഞു, ഞാൻ പിന്നെ ആരോടും പറയരുത്, അവിടെ സാധാരണ അലക്കിയിൽ വരുന്ന ആളുകൾ മാത്രം മതി, ഞാൻ തൈലം എടുക്കുക, ഞാൻ അവിടെ ബേക്കിൽ വന്നിരിക്കുന്നു. അങ്ങനെ ശൈഖിന എങ്ങനെയാണ് വന്നത്, ഈ ആളുകളൊക്കെ ശൈഖിനാൻ്റെ മുന്നേ അതിൻ്റെ തുടർച്ചയായിട്ട് നാനാഭാഗത്തും ശൈഖിന വന്നില്ലേ. ശൈഖിന ഒരു ദിവസം വെറുതെ ഇരിക്കാണ്ട് നമ്മൾക്ക് വേണ്ടി ഇത്രയും പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ ഒരു ശൈഖിനെയാണ് അല്ലാഹു തആല നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും, നമ്മളാളുകളും നിങ്ങളാളുകളും എപ്പോഴും ശൈഖിനയുമായിട്ട് സഹവസിച്ച് നമ്മളാളുകളെ ശൈഖിനയിലേക്ക് അടുപ്പിച്ച് ആ രീതി നമ്മളെപ്പോഴും സ്വീകരിക്കണം. നമ്മളെ മശായിഖന്മാർ കാണിച്ചെന്ന് അതേ രീതി നമ്മളെപ്പോഴും സ്വീകരിക്കണം. ജമാലുല്ലാഹ് റഹ്മത്തുള്ളാഹി എന്ത് ചെയ്തു, കമാലുല്ലാഹ് റഹ്മത്തുള്ളാഹി എന്ത് ചെയ്തു, ഖലീലുല്ലാഹ് റഹ്മത്തുള്ളാഹി എന്ത്, അവരൊക്കെ നമ്മുടെ മശായിഖന്മാരിലേക്ക് അടുപ്പിച്ചും സുഹൂരി ഷാ റഹ്മത്തുള്ളാഹി കാണിച്ചെന്ന് അതേ രീതിക്ക് സ്വീകരിച്ചും. എന്നും നമ്മൾ എല്ലാവരും അങ്ങനെയാണ് ശൈഖിനയുമായിട്ട് സഹവസിച്ചിട്ടുണ്ട്. ശൈഖിനാനോട് നല്ല അഖീദുണ്ട്, ശൈഖിനാട് നല്ല മഹബത്തുണ്ട്, ശൈഖിനാ ഖിദ്മത്തുണ്ട്. അതൊക്കെ നമ്മൾ എന്നാലും നമ്മൾ ഉണർത്തുന്നു, നമ്മൾ വീണ്ടും വീണ്ടും എന്തായിരിക്കണം, ശൈഖിനയുമായിട്ട് സഹവസിച്ച് ഈ അവസ്ഥകൾ നേടിയെടുക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ജമാലുല്ലാഹ് റഹ്മത്തുള്ളാഹി നമ്മുടെ മഹാന്മാരായ മശായിഖന്മാരുടെ ദറജാത്തുകളും പദവികളും അല്ലാഹു നാൾക്ക് നാൾ ഉയർത്തട്ടെ. അവരുടെ എല്ലാവിധമായ തവജ്ജു ഫുയൂലാത്തുകളെ കൊണ്ട് അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതേപോലെ ശൈഖുനാ തങ്ങൾക്ക് നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകട്ടെ. നമ്മുടെ ഉസ്താദ് നിസാമി ഷാ മഹാനവറുകൾ, അവർക്ക് കാലിൻ്റെ മുട്ടിന് വേദന ഉണ്ട്, അവിടെ കുറച്ച് ദിവസം കിടന്നി നോക്കി ശരി അവിടെ വെളിയിൽ. അപ്പോൾ കുറച്ച് ഇപ്പോൾ 2 ദിവസമായിട്ട് കുറച്ച് വേദനയായിട്ട് ഉസ്താദ് ഇന്നലെ അങ്ങോട്ട് പോയി. അവിടുന്ന് ഇപ്പോൾ വന്ന് ശൈഖുനാനെ കണ്ട് തിരിച്ചങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട്. വടി കുത്തിപ്പിടിച്ച് പഴയ
നടക്കാൻ വളരെ പ്രയാസമായിട്ടാണ്. സാദൊക്കെ എത്ര പ്രയാസപ്പെട്ടിട്ടാണ്. സാദാണെങ്കിൽ നൂറുസ്താദാണെങ്കിൽ മറ്റുള്ള ഈ ഉസ്താദന്മാരാണെങ്കിൽ പ്രായം ചെന്ന ഉസ്താദന്മാരൊക്കെ എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് എന്നും അവർ കാണിച്ചെന്ന് ആ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ നല്ല ആഫിയത്തോടെ ദീർഘായുസ്സ് അള്ളാഹു നൽകട്ടെ. അവരൊക്കെ തണല് നമ്മളെ മേൽ എന്നും അള്ളാഹു നിലനിർത്തി തട്ടെ. ബിജായി സയ്യിദനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.